ഹായ് എവരിവൺ, ദിസ് ഈസ് മിലൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ പുതിയ രണ്ട് വണ്ടി പരിചയപ്പെടുത്താനാണ്. ഇതിനു മുമ്പ് നമ്മൾ റാലി കാറിന്റെയും ഓഫ് റോഡ് വണ്ടിയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ട് കൺസ്ട്രക്ഷൻ RC ആയിട്ട് വന്നിരിക്കുകയാണ്. ഹുയിന എന്ന ബ്രാൻഡിന്റെ 14 സ്കെയിൽ വരുന്ന 1535ഉം 1573 എക്സ്കവേറ്ററും RC ട്രക്കുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എക്സ്കവേറ്റർ തന്നെ പരിചയപ്പെടുത്താം. അപ്പൊ ഇത് ഒരു 14 സ്കെയിൽ വരുന്ന ഒരു ഫുള്ള് ABS പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു സെമി ഹോബി ഗ്രേഡ് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷെ വണ്ടി സെറ്റാണ്. നമുക്ക് അത്യാവശ്യം കൺസ്ട്രക്ഷനും സംഭവങ്ങളൊക്കെ നമുക്ക് ടൈം പാസിനൊക്കെ നല്ല പറ്റിയൊരു സാധനമാണ്. അപ്പൊ ഇതിന്റെ ബാറ്ററി വരുന്നത് ഒരു 1200 mAh ബാറ്ററിയാണ് വരുന്നത്. ഒരു ലിയോൺ ബാറ്ററി ഇടുന്നത് ഇവിടാണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ വണ്ടിയുടെ ലുക്ക് വരുന്ന ഇതാണ്. പിന്നെ നമുക്ക് ക്യാബിൻ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാം. ഒരു 680 ഡിഗ്രിയിൽ നമുക്ക് ക്യാബിൻ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ വണ്ടി ആണെങ്കിലും നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, എങ്ങനെ വേണേലും റൊട്ടേറ്റ് ചെയ്ത് ചുറ്റിനുള്ള പണി ഫുള്ള് എടുക്കും. നല്ല ആത്മാർത്ഥതയുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ കുറച്ച് ദിവസം എടുത്തിട്ട് ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ട്. നല്ല ടൈം പാസിന് പറ്റിയൊരു സാധനമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. പിന്നെ റിമോട്ടിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് മോഡ് വരുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഇതിൻ്റെ എല്ലാ സ്കില്ലുകളും കാണിക്കും. ഇപ്പം സ്കില്ല് കാണിച്ചാൽ താഴെ പോകും. അപ്പോൾ അടുത്തത് നമ്മുടെ ട്രക്കാണ് വരുന്നത്. ട്രക്ക് ഒരു ഹുയിനയുടെ തന്നെ 14 സ്കെയിൽ വരുന്ന 1573 ആണ്. ഇതും ഫുള്ള് ABS പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഒരു സെമി ഹോബി ഗ്രേഡ് ആണ്. ഇതൊരു ഡംപ് ട്രക്കാണ്. നമുക്ക് എക്സ്കവേറ്ററും ഡംപ് ട്രക്കോട് ഒരുമിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ത്രില്ല് വരുന്നത്. ഇതാണ് അപ്പം ലോറിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ലുക്കാണ് ഇതിൻ്റെ വണ്ടി കാണാൻ തന്നെ. പിന്നെ ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഇതാണ്. ഒരു നമ്മുടെ ഈ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് റിമോട്ടാണ് വരുന്നത്. പക്ഷെ സാധനം കൊള്ളാം. നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കാം. അപ്പോൾ ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത് അടിയിലാണ്. ഇവിടെ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് ചേർത്തും വണ്ടി ഓണായി. ഇനി ജസ്റ്റ് റിമോട്ടിലൂടെ നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ നല്ല സൗണ്ട് അല്ലേ, വണ്ടി ഒറിജിനൽ വണ്ടി ഓണാവുന്ന ഒരു സൗണ്ട് നമുക്ക് കിട്ടും. നമുക്ക് ജസ്റ്റ് സൗണ്ട് ഇവിടെ തന്നെ ഓഫ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതൊരു 10 ചാനലാണ് വരുന്നത്. ഇതിൽ ഏകദേശം കുറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വണ്ടി ബാക്ക്, ഫ്രണ്ട്, പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡംപ് ചെയ്യാനുള്ള സ്വിച്ചാണ് വരുന്നത്. ഇത് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഹൈഡ്രോളിക് സാധനം വർക്കാവും. വീണ്ടും തന്നെ പൊക്കോളും. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ലോഡ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഫണ്ണ് തന്നെയാണ് ഈ സംഭവം. അപ്പം ഇതാണ് മൊത്തത്തിൽ ഓവറോൾ ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. റിവ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുകൊണ്ട് പണിയെടുക്കാം. നമുക്ക് വർക്ക് സൈറ്റിലോട്ട് പോവാം. വിട്ടാലോ? അതായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വണ്ടികളുടെ ഒരു വിശേഷം. ഇത് ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട്, 2 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ABS പ്ലാസ്റ്റിക് വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഇതിന് രണ്ടിന് ഏകദേശം ഒരു 12,000 റുപ്പീസിനടുത്ത് പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ മെറ്റൽ നമുക്ക് അവൈലബിൾ ആണ്. അതിന് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 18,000 അടുത്ത് വില വരും. അപ്പോൾ പ്രൈസ് റേഞ്ച് മാറും. പിന്നെ ഇതിപ്പോൾ ഹുയിനയുടെ ആണ്, നമുക്ക് വോൾവോയുടെ വണ്ടി അവൈലബിൾ ആണ്. അങ്ങനെ പല വണ്ടികളുണ്ട് ഇതിൻ്റെ തന്നെ. 18 സ്കെയില്, 14 സ്കെയില്, അങ്ങനെ പല സ്കെയിലുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊരു പ്രൈസ് വർത്ത് സാധനം തന്നെയാണ് ഈ രണ്ട് വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ റിമോട്ട് റൈസേഴ്സിൻ്റെ ബാംഗ്ലൂരുള്ള കഫേയിലാണ്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ എന്തായാലും റിമോട്ട് റൈസേഴ്സിൻ്റെ കഫേയിൽ വന്നു കഴിഞ്ഞാൽ ഇതും ഡ്രിഫ്റ്റും ഓഫ് റോഡും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.